കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ എത്തിയിരിക്കുന്നത് 7Cയിലെ കൂട്ടുകാരാണ്. ഓ, നാളെ ഒരു സന്തോഷം നിറഞ്ഞ ദിവസമാണ്. അതെന്താ, നിന്റെ ബർത്ത്ഡേ ആണോ? ഒന്ന് പോടി, നാളെ പൂജവെപ്പാണെന്ന് നീ മറന്നോ? ശരിയാണല്ലോ, ഇനി അതിന്റെ ആഘോഷങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ ശരി തന്നെ, പക്ഷേ നീ നമ്മുടെ റേഡിയോ പ്രിയോറിന്റെ കാര്യം മറന്നു. അത് ശരിയാണല്ലോ, എന്നാ നമുക്ക് തുടങ്ങാം. ആദ്യം ഞങ്ങളെ പരിചയപ്പെടുത്താം. എന്റെ പേര് ആരാധ്യ TV. എന്റെ പേര് ജുവൽ മരിയ. 7Cയിലെ പെപ്സി ടീച്ചറുടെ കുട്ടിപ്പട്ടാളം എത്തുന്നു. സൈനിങ് ഇൻ. ആദ്യമായും ഐശ്വര്യമായും ഒരു പാട്ടുമായി എത്തുന്നു 7Cയുടെ വാനമ്പാടി ആരാധ്യ. ഏലീലം കടവത്തൊരു തോണി, ആലോലം കടവത്തൊരു തോണി, ഏലീലം തോണി, ആലോലം തോണി, ഏലേലം ആലോലം പൊന്നിൻ തോണി, ഏലേലം കടവത്തൊരു തോണി, ആലോലം കടവത്തൊരു തോണി, ഏലേലം തോണി, ആലോലം തോണി, ഏലേലം ആലോലം പൊന്നിൻ തോണി. തോണിപ്പടിയെല്ലാം മാണിക്യം, തോണിക്ക് മുത്തിൻ്റെ പങ്കായം, അണിയത്തിരുന്ന് തുഴയണതോ അണിയമ്പു പോലൊരു പെണ്ണാണ്, അണിയത്തിരുന്ന് തുഴയണതോ അണിയമ്പു പോലൊരു പെണ്ണാണ്, ഏലേലം കടവത്തൊരു തോണി, ആലോലം കടവത്തൊരു തോണി, ഏലേലം തോണി, ആലോലം തോണി, ഏലേലം ആലോലം പൊന്നിൻ തോണി. കടലേഴും വാഴണ റാണിയാണേ, കര കാണാൻ മോഹിച്ചു വന്നതാണേ, കര കണ്ടു പിരിയുന്ന തിരകൾ കണ്ടു, കരയുന്ന കടൽ കണ്ടു കരളു നൊന്തു, കര കണ്ടു പിരിയുന്ന തിരകൾ കണ്ടു, കരയുന്ന കടൽ കണ്ടു കരളു നൊന്തു, ഏലേലം കടവത്തൊരു തോണി, ആലോലം കടവത്തൊരു തോണി, ഏലേലം തോണി, ആലോലം തോണി, ഏലേലം ആലോലം പൊന്നിൻ തോണി, ഏലേലം ആലോലം പൊന്നിൻ തോണി. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. അടുത്തതായി ലോക ഹൃദയ ദിന സന്ദേശം നൽകുന്നതിനായി എത്തുന്നു ആൽവിൻ PS. ലോക ഹൃദയ ദിനം
സെപ്റ്റംബർ 29 ലോക ഹൃദയദിനമായി ആചരിക്കുകയാണ്. ഹൃദോഹത്തിന്റെ പ്രാധാന്യം, അതെങ്ങനെ തടയാം എന്ന് ഹൃദയ സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഹൃദയദിനം ആചരിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശം. ഹൃദോത്സവത്തെ നിശബ്ദ കൊലയാളി എന്ന് വിശേഷിപ്പിക്കാം. ലോകമെമ്പാടുമുള്ള കണക്കുകളനുസരിച്ച് ഏകദേശം 18 ദശലക്ഷത്തിലേറെ ജീവനുകൾ പ്രതിവർഷം ഹൃദോത്സവം മൂലം അപഹരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ 80% തടയാനാകും എന്നതാണ് സത്യം. ഹൃദോത്സവം തടയുന്നതിനുള്ള അർത്ഥവത്തായ നടപടികൾ എടുക്കാനും ഹൃദയ സംരക്ഷണത്തിനായി പ്രവർത്തിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും വ്യക്തികളെയും കമ്മ്യൂണിറ്റികളെയും ആരോഗ്യ പ്രവർത്തകരെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഹൃദയ സംരക്ഷണത്തിനായി പുകവലി ഉപേക്ഷിക്കുക, ആരോഗ്യകരമായ ഭക്ഷണ രീതി, കൃത്യമായ വ്യായാമം, മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി യോഗ, ധ്യാനം, വിനോദം എന്നിവയിൽ ഏർപ്പെടുക. ആരോഗ്യകരമായ ഭക്ഷണരീതി എന്നാൽ പച്ചക്കറി, പഴങ്ങൾ എന്നിവ ധാരാളമായി കഴിക്കുക. ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. വറുത്തതും പൊരിച്ചതുമായ ആഹാര സാധനങ്ങൾ, ജങ്ക് ഫുഡ് എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കുക എന്നതാണ്. നെഞ്ചുവേദന അനുഭവപ്പെട്ടാൽ പരിശോധനകൾക്ക് വിധേയനാവുക. അസുഖം വരാതെയുള്ള ഹൃദയ സംരക്ഷണം തന്നെയാണ് ചികിത്സയേക്കാൾ ഉചിതം. പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഒരു ചെറിയ ഗ്രൂപ്പ് സോങ്ങുമായി എത്തുന്നു എലേന, ജുവൽ, ആരാധ്യ. ചെമ്പഴുക്ക തൊട്ടെടുത്ത് അമ്പലം പൂട്ടുന്നതാര്? ചെമ്പരുത്തി കമ്പുകൊണ്ട് അമ്പു കുലയ്ക്കണതാര്? അങ്ങു തൊട്ട് ഇങ്ങു തൊട്ട് അക്കുത്തിക്കുത്തൊടുമാര തൂവെളിച്ചം ചാറി വീണ് മാമല ഞാനൊന്നു കണ്ടേ. ചെന്തമിഴിൻ തേൻ കുടഞ്ഞി പൂങ്കുയിൽ പാടുന്ന കേട്ടേ. എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ്, എന്റെ കിനാവാണ്, എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിലായി പെയ്തു തരും തേൻകുടമാണ്, അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ, കനവിലെ ചിറകുമായി പകലിലെ വഴികളിൽ വെയില് പോലലയുവാൻ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഇനി നമുക്ക് ഒരു ഇംഗ്ലീഷ് സ്റ്റോറി ആവാം. ഇതാ എത്തുന്നു നമ്മുടെ സ്വന്തം എലേന. Once upon a time, in a small village, there lived an old lady. She was very old, with silver hair and a face full of gentle wrinkles. But her eyes, they were bright and full of kindness. Everyone in the village loved her because she was always happy, even when life was hard. She lived alone in a little house near a big banyan tree. She had no children, and her husband has passed away many years ago. But still, she never complained. She would sit under the tree, talk to people, and always smile.
In the village, people worked hard. Some were farmers, some were carpenters, and others worked in a small market. Sometimes the rain didn't come and the crops dried up. Sometimes people fell ill and couldn't go out work. Life was not easy, and many villagers were often sad or worried. One day, a young woman named Radha came to her. Radha was crying, her face full of worry. She said, don't know what to do. My husband has gone to the city for find work, but he has not sent any money. My children are hungry, and I am scared. The old lady looked at Radha and smiled softly. Sit down, my child, she said. Tell me, what do you think will happen? Radha wiped her tears and said, I don't know. I feel like bad things will happen. What if my husband cannot find work? What if he forgets about us? The old lady shook her head gently. Radha, when we think bad thoughts, we feel worse. But if we think good thoughts, we feel better. And sometimes good things happen. Radha asked, but how can I think good things when everything is so bad? She smiled again and said, let me tell you a story. Radha looked at her curious. The old lady began. Once there was a poor man who had nothing. He had no food, no money, no family. He sat by the river crying. An old woman came to him and asked, why are you crying? The man said, I have nothing. How can I be happy? The old woman smiled and said, you have the river, you have the trees, you have the sun. Look around you. There is a beauty of life everywhere. If you think about what you don't have, you will always be sad. But if you think about what do you have, you will find peace. The man listened, and slowly he stopped crying. He began to see the good things around him, and from that day, his life began to change. The old lady looked at Radha and said, you see, my dear, the man's life did not change because of magic. It changed because he changed his thinking. When we think positive, our heart feels lighter and we can face problems better. Radha thought about the story and said, will my thinking really change my life? She smiled gentle and said, yes. If you wake up every morning and tell yourself, today will be a good day, you will find the strength to work, to care your children, and to wait for your husband with hope. But if you only think about what might go wrong, you will feel sad and weak. Radha nodded slowly. I understand.
I will try to think good thoughts from now. That's the first step, my child, she said. Radha left the old lady's house with a lighter heart. Every day she remembered her words. She woke up and said to herself, "Today will be a good day." She worked hard, took care of her children, and prayed for her husband's return. After a few weeks, Radha received a letter from her husband. He had found a job in the city and was sending money back home. Radha was overjoyed. She ran to the old lady's house to share the news. The old lady smiled and nodded. "You see, my dear, when we think positive, we invite good things in our life. Problems will always come, but if we face them with a hopeful heart, we can overcome them." Soon, other villagers began to hear about the old lady's wise words. Many people came to her and shared their problems. The old lady gave the same advice: think good thoughts, and good will come. The villagers loved her even more because her words had changed their lives. She had taught them the power of positive thinking. Thank you. ഗേൾസിന്റെ പാട്ട് മാത്രം മതിയോ? ബോയ്സിന്റെ പാട്ടും കൂടി വേണ്ടേ? ഇതാ ഒരു ഗ്രൂപ്പ് സോങ്ങുമായി എത്തുന്നു ആരോൺ ഡൊമിനിക്, ഹാബിൻ, ആരോൺ മനൂപ്, ആൽവിൻ PS, എഡ്വിൻ മനു. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകെ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകെ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകെ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകെ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. എടി ജുവലേ, നീ ഒരു കഥ പറ. ഞാനോ? നോക്കട്ടെ. ഇനി നമുക്ക് ജുവൽ മരിയയുടെ ഒരു മലയാളം കഥ കേൾക്കാം. 2 കൂട്ടുകാരുടെ കഥ. ഒരിക്കൽ 2 കൂട്ടുകാർ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ യാത്രയുടെ ഇടയിൽ ഒരു തർക്കത്തെ തുടർന്ന് ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനെ തല്ലി. അടികൊണ്ട കൂട്ടുകാരൻ ഒരുപാട് വേദനിച്ചു. പക്ഷേ അവനൊന്നും പറഞ്ഞില്ല. മറിച്ച് ആ മണലിൽ എഴുതി: "ഇന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരൻ എൻ്റെ മുഖത്തടിച്ചു." അങ്ങനെ അവർ വീണ്ടും യാത്ര തുടങ്ങി. യാത്രയുടെ ഇടയിൽ അവർക്ക് ഒരു മരുപ്പച്ച കണ്ടെത്താൻ സാധിച്ചു.
അങ്ങനെ അവർ രണ്ടാളും അതിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങി. വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ അടികൊണ്ട കൂട്ടുകാരൻ ഒരു ചളിക്കുണ്ടിൽ അകപ്പെട്ടു മുങ്ങാൻ തുടങ്ങി. പക്ഷേ അവൻ്റെ പ്രിയ കൂട്ടുകാരൻ അവനെ രക്ഷിച്ചു. ആ ഒരു ഷോക്കിൽ നിന്ന് അവൻ തിരിച്ചു വന്നതിനു ശേഷം അവിടെയുള്ളൊരു കല്ലിൽ അവൻ എഴുതി, ഇന്നെൻ്റെ പ്രിയ കൂട്ടുകാരൻ എൻ്റെ ജീവൻ രക്ഷിച്ചു. അവനെ അടിച്ചതും അവൻ്റെ ജീവൻ രക്ഷിച്ചതുമായ ആ പ്രിയ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ അത് മണലിൽ എഴുതി, എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് നീ അത് കല്ലിൽ എഴുതിയത്? കൂട്ടുകാരൻ മറുപടി പറഞ്ഞു, ആരെങ്കിലും നമ്മെ വേദനിപ്പിക്കുമ്പോൾ അത് നാം മണ്ണിലെഴുതണം. അവിടെയാകുമ്പോൾ ക്ഷമാശീലമുള്ള കാറ്റിന് അതിനെ മായ്ച്ചു കളയാൻ കഴിയും. പക്ഷേ ആരെങ്കിലും നമുക്ക് നല്ലത് ചെയ്തു തന്നാൽ അത് നമ്മൾ കല്ലിൽ കൊത്തിവെക്കണം, ഒരു കാറ്റിനും മായ്ക്കാൻ പറ്റാത്ത പോലെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവർക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കുമാണ് വസ്തുക്കളെക്കാളും നമ്മുടെ അഭിമാനത്തെക്കാളുമൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗഹൃദങ്ങൾ നല്ലതുപോലെ കൊണ്ടുപോവുക. നന്ദി. അടുത്തതായി സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് കോൺവെർസേഷൻ പറയുന്നതിനായി എത്തുന്നു നിയ മരിയ ആൻഡ് മരിയ സറ്റ്ന. A doll's journey. It was Saturday afternoon. Kafka was walking through a park in Berlin. He met a girl who was crying because he had lost her favorite doll. Kafka joined her in searching for the doll unsuccessfully. He consoled her. He also promised her that he would meet her the next day to continuous looked for the doll. The next day meet at the park in evening. After searching from some time, Kafka pretended that he had found a letter under a bench in the park. He gave the letter to the girl. Kafka had prepared the letter, which was meant to be from the doll. Don't worry about me, the letter said. I am on a trip around the world. It is really exciting. I will tell you everything when I am come back. The girl continues to receive letters from the doll. He wrote about her adventures in detail. The letter delighted the girl. This went on for some time, but Kafka noticed that the girl was become moody as past. He bloody wanted her doll to come back, and Kafka felt that he could not make up letter identified. Finally, he found a way out. There were no letters from some days. Then one day, Kafka found the letter a girl. That girl doll was engaged to be married. He had met her while on a trip to other part of the country. Kafka also told her that she had even introduced him to a young man she was going to marry. She was sorry that she could not write letter for some days. She promised that she would be writing as soon as the preparation for the wedding were over. The girl was happy to hear from her doll, but she wondered when she would be allowed to see her again. Conversation that the main character Kafka and little girl. Oh dear, Kafka, oh dear, why are you crying? Little girl, my Livy, my doll. Kafka, what is wrong with your doll? Little girl, I lost my doll while I was playing with it.
Kafka, that is really sad. Are you sure? Sure you looking everywhere? Little girl, yes, I looked everywhere. Kafka, what is your doll's name? Little girl, her name is Livy. Kafka, I promise you that I will help you to find out the doll. Little girl, thank you so much. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. നമ്മളിനി റേഡിയോ പ്രിയോറിന്റെ അവസാന ഘട്ടത്തിൽ എത്താൻ പോകുന്നു. നമുക്കിനി ഒരു നാടകമായാലോ? നാടകത്തിനായി എത്തുന്നു മരിയ സറ്റ്ന, നിയ മരിയ, നിരഞ്ജന, ആർഷനന്ദ, കെസിയ, വൈദേഹി. നാടകത്തിലെ കഥാപാത്രങ്ങൾ: മരിയ, കുട്ടി 2, പേര് മഞ്ജു. നിയ, അമ്മ, പേര് അനിത. കെസിയ, കുട്ടി, പേര് നിയ. ആർഷ, ടീച്ചർ, പേര് മീനു. നിരഞ്ജന, എഴുത്ത് സംവിധാനം. വൈദേഹി, കുട്ടി 3, പേര് അനു. സമയം 7 മണിയായി. ഈ പിള്ളേരെന്താ എഴുന്നേക്കാത്തത്? പഠിക്കാനൊന്നും പോകുന്നില്ലേ? മക്കളെ എഴുന്നേക്ക്, ദേ മഴയും പെയ്തു. അമ്മേ, മഴയില്ലേ? കുറച്ചു നേരം കൂടെ കിടക്കട്ടെ. അമ്മേ, ഞാൻ റെഡിയായി കഴിഞ്ഞു. അച്ഛന്റെ കാലം കൂടെ എടുത്തുകൊണ്ട് പോയിക്കോ. മക്കളെ, മഴയല്ലേ, കൂടിയാൽ എന്തു ചെയ്യും? കുറച്ചു നേരത്തിനു ശേഷം: മക്കളെ, പുതിയ ടീച്ചറാണ്, നന്നായിട്ട് പെരുമാറണം, ആരോടും വഴക്കിനൊന്നും നിൽക്കരുത്. അമ്മേ, ഞങ്ങൾ പോകുന്നു. കുട്ടികൾ സ്കൂളിലെത്തി. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. മേ ഐ കം ഇൻ ടീച്ചർ? നിങ്ങൾ എന്താ ഇത്രയും വൈകിയത്? ക്ലാസ്സിൽ കയറിയിരിക്കെ. ഓക്കെ ടീച്ചർ. മഴയായത് കൊണ്ടാണ് വൈകി എത്തിയത്. ഇനി മുതൽ നേരത്തെ വരണം. ശരി ടീച്ചർ. എന്റെ പേര് മീനു. നിങ്ങളുടെ പേര് എന്താണെന്ന് പറയാ. നിയ, മഞ്ജു, അനു. കുട്ടികൾ ഓരോരുത്തരായി പേര് പറഞ്ഞു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാളത്തിൽ സമയം എന്ന പാഠമാണ്. സമയം വളരെ വിലപ്പെട്ടതാണ് എന്ന് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഇന്ന് തന്നെ കണ്ടില്ലേ 3 പേരും വൈകി എത്തിയത്? സമയം നിങ്ങളെ നോക്കി നിൽക്കില്ല. സമയം വളരെ വിലപ്പെട്ടതാണ്. പാഠം എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഉച്ചവരെ ക്ലാസ്സുള്ളൂ. കുട്ടികൾ വീട്ടിലെത്തി. എത്തിയോ? ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചു? കുട്ടികൾ സ്കൂളിൽ നടന്ന എല്ലാം പറഞ്ഞു. ടീച്ചർ പറഞ്ഞത് കാര്യമാണ്, സമയം വളരെ വിലപ്പെട്ടതാണ്. കുട്ടികൾക്ക് സമയം വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലായി. സമയം നമ്മളെ കണ്ടെത്തണം, സമയം നമ്മളെ തേടി വരില്ല. ഈ ആഴ്ചയിലെ സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് എലേന. നമസ്കാരം. ഈ ആഴ്ചയിലെ സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് എലേന ജെബിൻ. നമ്മുടെ സ്കൂളിൻ്റെ സയൻസ്, സോഷ്യൽ സയൻസ്, വർക്ക് എക്സ്പീരിയൻസ്, IT ഫെയർ ഈ മാസം 24-ാം തീയതി നമ്മുടെ സ്കൂളിൽ നടത്തപ്പെട്ടു. നമ്മുടെ സ്കൂളിനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി 24 ഹവേഴ്സ് ന്യൂസ് ചാനലിൽ നിന്നും ഒരു ടീം എത്തി നമ്മുടെ സ്കൂളിൻ്റെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ 25-ാം തീയതി ചിത്രീകരിച്ചു. അത് സംപ്രേഷണത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി ലിറ്റിൽ കൈറ്റ്സിൻ്റെ പ്രിലിമിനറി ക്യാമ്പ് ആലുവ മാസ്റ്റർ ട്രെയിനർ കോർഡിനേറ്ററായ ശ്രീ രാജേഷ് TG നടത്തി. ലിറ്റിൽ കൈറ്റ്സ് മാസ്റ്റർമാരായ ശ്രീ ജോളി സാറും ശ്രീമതി ജെസി സൈമൺ ടീച്ചറും ക്യാമ്പിന് നേതൃത്വം നൽകി. എറണാകുളം റവന്യൂ ജില്ലാ ഹോക്കി ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തുടർച്ചയായി 2ാം വർഷവും 1ാം സ്ഥാനവും, ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 3ാം സ്ഥാനവും പറവൂർ ഉപജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ച നമ്മുടെ സെന്റ് ഫിലോമിനാസ് ടീം കരസ്ഥമാക്കി. എറണാകുളം റവന്യൂ ജില്ല സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഹോക്കിയിൽ പറവൂർ ഉപജില്ലയ്ക്ക് വേണ്ടി നമ്മുടെ സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഇതോടെ ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ.
ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ പ്രിയോർ അവസാനിപ്പിക്കുന്നു. അടുത്ത റേഡിയോ പ്രിയർ വരുന്നതുവരെ കാത്തിരിക്കൂ. 7Cയിലെ പെപ്സി ടീച്ചറിനോടും കുട്ടികളോടൊപ്പം ഞാൻ ആരാധ്യ, ഞാൻ ജുവൽ, സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ